ശബരിമല സ്വർണ്ണമോഷണ കേസ് പ്രതികളുടെ സ്വത്ത് മരവിപ്പിച്ച് ഇ.ഡി. 1.3 കോടി രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും 100 ഗ്രാം സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അർച്ചന ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അർച്ചന, അതായത് ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു കവർച്ച ഉണ്ടായിട്ടുണ്ട്, വൻ കവർച്ച ഉണ്ടായി എന്ന് കോടതി അല്പസമയം മുമ്പാണ് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ ഇ.ഡിയുടെ നടപടി ഉണ്ടാകുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒക്കെ സ്വത്ത് മരവിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. 100 ഗ്രാം സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ചില രേഖകളുമൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഭദ്ര, ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇ.ഡിയുടെ അന്വേഷണം ഈ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് നടന്നത്. അതായത് പല സംസ്ഥാനങ്ങളിൽ നിന്നായി കർണാടക, തമിഴ്നാട്, കേരളം തുടങ്ങി സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഇ.ഡിയുടെ റെയ്ഡ് നടന്നിരുന്നത്. ഈ റെയ്ഡിലാണ് ഇപ്പോൾ പ്രതികളുടെ 1.3 കോടി രൂപയുടെ സ്വത്ത് ഇ.ഡി മരവിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണ്ണ കട്ടികൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ നടക്കുകയും ചെയ്തത്. അതിൽ ഈ രേഖകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഈ പൂർണ്ണവാപ്തി എന്നിവ കണ്ടെത്തുന്നതിനായിട്ടാണ് ഈ പരിശോധന ഇന്നലെ അടക്കം നടത്തുകയും ചെയ്തത്. ഇതിലാണ് ഈ സ്വർണം ചെമ്പാക്കിയ രേഖകളും ഒപ്പം ഈ റെയ്ഡിൽ കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് ഈ രേഖകൾ പിടിച്ചെടുത്തതെന്നാണ് ഇ.ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇ.ഡി കടക്കുകയാണ്. അതിന്റെ ആദ്യഘട്ട പരിണാമമാണ് ഈ 1.3 കോടി വില വരുന്ന ആസ്തികൾ ഇ.ഡി മരവിപ്പിച്ചത്. ഇത് ഈ സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ട് വിവിധ പ്രതികളിൽ വീടുകളും ബന്ധുക്കളുടെ വീടുകളിലും എല്ലാം തന്നെ നടത്തിയ റെയ്ഡാണ്. ഈ റെയ്ഡിലാണ് ഈ 1.3 കോടി വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചത്. ഒപ്പം ഈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണ്ണ കട്ടികൾ പിടിച്ചെടുത്തത്.